ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഇന്ന് ഒരു ക്രോപ്പ് ടോപ്പും 2 വയസ്സുള്ള ഒരു കുഞ്ഞിനുള്ള ഒരു ക്രോപ്പ് ടോപ്പും ഒരു അംബ്രല്ല സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തുണി അംബ്രല്ല സ്കേർട്ടിനുള്ള ഫാബ്രിക് കോണായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 4 മടക്കിയിടണം. കോർണർ സൈഡ് രണ്ടും മടക്കി 4 അംബ്രല്ല ഷേപ്പിൽ മടക്കിയിടണം. മടക്കിയിട്ടിട്ട് ലെങ്ത് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. വേസ്റ്റ് ലൈൻ ഒരു 5.5 വീതം വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അത് 4 ഭാഗം കൂടെ ആകുമ്പം ഒരു 21 ഇഞ്ച് വേസ്റ്റ് ലൈൻ കിട്ടും. അതിൽ പടി വെക്കണം. പടിക്ക് വേണ്ടിയിട്ടുള്ള 1.5 ഇഞ്ച് വീതിയിൽ 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ വേസ്റ്റ് ബാൻഡും കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെക്കുക. ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ക്രോപ്പ് ടോപ്പിനുള്ള ഫാബ്രിക് കട്ട് ചെയ്യാം. ഒരു 9 ഇഞ്ച് ലെങ്ത്തിലാണ് ലെങ്ത് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് ഒരു 8 ഇഞ്ച് വരുന്ന പോലെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് 20 ഇഞ്ച് വണ്ണം വരുന്ന പോലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ഫാബ്രിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ലൈനിങ് മടക്കി വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും വരുന്ന പോലെ മടക്കി 2 പീസ് വരുന്ന പോലെ മടക്കി വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് നല്ല പീസ് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടും ബാക്കും മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഫ്രിൽസിനുള്ള ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് ഫ്രിൽസിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ നമുക്ക് ആം ഹോളിൻ്റെ ചുറ്റളവ് വേണ്ടിയത് അതിൻ്റെ ഒരു 3 ഇരട്ടി നീളത്തിൽ ഫ്രിൽസ് കട്ട് ചെയ്യാം. പിന്നെ നമ്മളത് ഗ്യാതറിങ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതൊരു വീനെക്കിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു 2.5 ഇഞ്ച് കഴുത്തകലം വരുന്ന പോലെ വീനെക്ക് കട്ട് ചെയ്യാം. വീനെക്ക് ഷേപ്പിലാണിത് ബാക്ക് സൈഡ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഒരു സ്ക്വയർ നെക്കിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഒരു 4 ഇഞ്ച് താഴേക്ക് 2 ഇഞ്ച് അകലത്തിലാണ് കട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലൈനിങ് നല്ല തുണിയുടെ പുറത്ത് വശത്ത് നല്ല ഭാഗത്ത് വെച്ച് ലൈനിങ് വെച്ച് അടിച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി എടുക്കുമായിരുന്നു. ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല. അതിനകത്ത് ഓൾറെഡി ഒരു ലേസ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ക്യാൻവാസ് ഒന്നും വെക്കാഞ്ഞ്. നല്ല കട്ടിയിൽ തന്നെ നെക്ക് ഇരിക്കും. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ കോർണർ ഭാഗത്ത് കട്ട് മാർക്കൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് മടക്കി വെക്കുക. കട്ട് മാർക്ക് ഇതേപോലെ കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ് തുണി അകത്തേക്ക് ഞാനതിന് മുകളിലൊരു ടോപ്പ് സ്റ്റിച്ച് അടിക്കും. ലൈനിങ് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് അരിവശം ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. നന്നായിട്ട് ടോപ്പ് സ്റ്റിച്ച് അങ്ങനെ അടിച്ചു കൊടുക്കുമ്പം കുറച്ച് പോലും ലൈനിങ് പുറമേ കാണാതെ നല്ല നീറ്റായിട്ട് അത് ഫിനിഷിങ് വരുന്നതാണ്. നല്ല സ്ക്വയർ നെക്കിൽ തന്നെ ഫ്രണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കും അതുപോലെ തന്നെ വി നെക്കിൻ്റെ ഷേപ്പിൽ ലൈനിങ് നല്ല തുണിയുടെ മുകളിൽ വെച്ച് തയ്ച്ചിട്ട് സെൻട്രൽ കട്ട് മാർക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അത് ഉള്ളിലായി പോലെ അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലായി പോകുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടെ വിശദമായിട്ട് അത് വെക്കുന്നത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു തരാവേ. അങ്ങനെ 2 ഷോൾഡറും അടിച്ചെടുക്കുക. ഷോൾഡറും അടിച്ചു കഴിഞ്ഞിട്ട് ആ ഷോൾഡറും അതുപോലെ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് പുറത്ത് കാണത്തുമില്ല, ഓവർലോക്കിൻ്റെ ആവശ്യമില്ല, നീറ്റായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് താഴത്തെ ബോട്ടം അടിക്കുവാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1 ഇഞ്ചിൽ താഴ്ഭാഗം മടക്കി അടിക്കും. ലൈനിങ് ഒരുപാട് കട്ടി വരാതിരിക്കാനായിട്ട് ലൈനിങ് കുറച്ച് നീളം കുറച്ചാണ് എടുത്തത്. അല്ലെങ്കിൽ ഒരുപാട് നല്ല കട്ടിയിലിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
9 ഇഞ്ച് കറക്റ്റ് 9 ഇഞ്ച് ലെങ്ത് വന്നു. ഇനി അടുത്തത് ആ ആം ഹോളിൻ്റെ ഭാഗത്ത് ഫ്രിൽസ് കൊടുക്കാവേ. നമ്മൾ 2 ഇഞ്ച് വീതി വരുന്ന പോലെയാണ് ചെയ്തത്. പിന്നെ തയ്യൽ തുമ്പ് അതിൽ നിന്ന് തന്നെ പോയാൽ മതി, ഒത്തിരി എക്സ്ട്രാസ് ഇടണ്ട. കറക്റ്റായിട്ട് അതേപോലെ പ്ലീറ്റ്സ്, ഓരോ പ്ലീറ്റ്സും ഒരു 1/2 ഇഞ്ചിൽ ഓരോ പ്ലീറ്റ്സും സ്ലീവിൽ നല്ല വശത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുക. നല്ല വശത്ത് വെച്ച് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് അടിക്കുന്നത് സ്ലീവിലല്ല, ഇപ്പുറത്ത് ആ ബോഡി ഭാഗത്തായിട്ടാണ് ഒരു 1/4 ഇഞ്ച് മാറി സൈഡിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ബാക്ക് സൈഡിൽ ഒരു സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്തു കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം സിബ് വെച്ച് കൊടുക്കുക. സിബ് താഴോട്ടാണ് വെച്ചത്, കുറച്ചുകൂടി എളുപ്പമാണ് ഇടാനായിട്ട്. വേസ്റ്റ് വയറിൻ്റെ ആ ഭാഗത്ത് ഒരുപാട് ടൈറ്റ് വരില്ല, അതുകൊണ്ട് ഞാൻ താഴേക്കാണ് സിബ് വെച്ച് കൊടുത്തത്. കഴുത്തിൽ നിന്നിട്ടിട്ട് സിബ് ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത്. താഴോട്ടാണ് സിബ് ഓപ്പണിങ് വരുന്നത്, താഴേന്ന് മുകളിലേക്ക് ഓപ്പണിങ് വരുന്ന പോലെയാണ് സിബ് വെച്ച് കൊടുത്തത്. സിബ് നീറ്റായിട്ട് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ബോട്ടം ഏരിയയിൽ താഴെ മാത്രം ചെറിയ ഫ്രിൽസ് കൊടുത്തു, കുറച്ച് ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് റെഡ് കളറ് ലേസ് ഉണ്ടായിരുന്നു, ആ ലേസ് അതേപോലെ താഴെ, പിന്നെ നെക്കിലും വരുന്ന പോലെ ലേസ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് ഇച്ചിരി ഇറക്കിയാണ് വെച്ചത്. അങ്ങനെ നെക്കിൽ ആ ലേസ് അങ്ങനെ റെഡ് കളർ ലേസ് അറ്റാച്ച് ചെയ്തു. സ്കേർട്ട് റെഡ് കളർ ആയതുകൊണ്ട് അതിന് നല്ല മാച്ചിങ് ആവും. അങ്ങനെയാണ് ആ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം കുഞ്ഞിന് ഒരു 20-21 ഇഞ്ച് വണ്ണമേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞാണ്. അപ്പോൾ 2 സൈഡിലും 5.5 മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് അടിച്ചു കൊടുത്തു. സൈഡ് അടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ട് 2 സൈഡും നെറ്റിൻ്റെ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. നെറ്റിൻ്റെ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും അതേപോലെ, ലൈനിങ്ങിൻ്റെ ഒരു സൈഡേ ജോയിൻ്റ് വന്നുള്ളൂ, മറ്റേ സൈഡിൽ ജോയിൻ്റ് ഇല്ല. ലൈനിങ്ങും അടിച്ചു കൊടുത്തിട്ട് 2 സെപ്പറേറ്റാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ബേസ് ലൈൻ 2ഉം കൂടെ, ലൈനിങ്ങും ആ നെറ്റ് ഫാബ്രിക്കും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുത്തു. ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വളരെ ഈസിയാണ് അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പ്ലീറ്റ്സ് തയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് വീതി വരുന്ന പോലെ ഇലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ച് ചെറിയ ഇലാസ്റ്റിക് ആയിട്ട് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും കുഞ്ഞു വച്ചായതുകൊണ്ട് ഇലാസ്റ്റിക് ആയിട്ട് കൊടുത്തത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടുള്ള പടി അതിൻ്റെ വേസ്റ്റ് ലൈൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ലൈനിങ് മടക്കി അടിച്ച്, അത് കഴിഞ്ഞ് നെറ്റ് ഫാബ്രിക്ക് മടക്കി അടിച്ച്. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്, ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തില്ല. അത് കഴിഞ്ഞ് ബ്ലൗസിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്കിൽ ബോയും വെച്ച് കൊടുത്തു. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ആ സെയിം കളർ ലേസ് ഉണ്ടായിരുന്നുകൊണ്ട് ആ ലേസ് അതിൻ്റെ അടിയിൽ സ്റ്റിച്ച് ചെയ്ത്, ബാറ്ററി ലോ ആയിപ്പോയി, ഓൺ ഓഫ് ആയി പോയതുകൊണ്ട് ലേസ് സ്റ്റിച്ച് ചെയ്യുന്നതും ബോ സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.